Paper 2 question number 6 നോക്കാം. Let a, b, c be positive integers in arithmetic progression such that the equation ax square plus bx plus c equal to 0 has only integer solutions. Then which of the following statement is bar true? ഭയങ്കര സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ആക്ച്വലി ഇത് മുന്നൊക്കെ പരീക്ഷയ്ക്ക് വന്നുള്ളതാണ്. മുന്നേ KVPY 2016 മറ്റോ വന്നിട്ടുണ്ട്. അതുപോലെ വേറെ എക്സാമുകൾക്കൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഇവിടെ ax square plus bx plus c is equal to 0 has only integer solutions പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റൂട്ടുകൾ ആൽഫയും ബീറ്റ എന്ന് വിചാരിച്ചോ. എ ബി സി എന്താണ് പോസിറ്റീവ് ആയതുകൊണ്ട് ആൽഫയും ബീറ്റ എന്തായിരിക്കും? നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ, മറക്കണ്ട. ഇനി എ ബി സി ആർ ഇൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഇവിടെ 2b is equal to a plus c ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 into b by a is equal to 1 plus c by a. ഇനി 2 into b by a എന്ന് പറയുമ്പോൾ minus 2 into alpha plus beta is equal to 1 plus c by a എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒന്നൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ പ്ലസ് 1 is equal to 0. ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താ വെച്ചാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂടെ രണ്ട് സൈഡിൽ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ആവുമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ആൽഫ പ്ലസ് 2 ഇൻറ്റു ബീറ്റ പ്ലസ് 2 is equal to 3 എന്ന് കിട്ടും. അപ്പോൾ 2 ആൽഫ ബീറ്റ പ്ലസ് 2 ബീറ്റ പ്ലസ് 2 ആൽഫ പ്ലസ് 4 is equal to 3. കറക്റ്റ്. ഇനി രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് 3 ആണ്. അപ്പോൾ പോസിബിലിറ്റീസ് വരെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 into 1 ഉണ്ട്, 1 into 3 ഉണ്ട്, അതുപോലെ -3 into -1 ഉണ്ട്, -1 into -3 ഉണ്ട്. അപ്പം ഇത് ആക്സെപ്റ്റബിൾ അല്ല. കാരണം ഈ രണ്ട് കേസ് പറ്റൂല. ഈ രണ്ട് കേസ് പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് കേസ് പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നോക്കിക്കേ, ആൽഫ പ്ലസ് 2 3 ആയി കഴിഞ്ഞാൽ ആൽഫ വാല്യൂ എന്തായിരിക്കണം? 1 ആവണം. ഓക്കെ, ആൽഫ ബീറ്റ നെഗറ്റീവ് ആണെന്ന് അറിയാലോ. അതുപോലെ ഇവിടെ എന്താവണം? ബീറ്റ വാല്യൂ എന്തായിരിക്കണം? 1 ആവണം. അപ്പം ഈ രണ്ട് കേസ് പറ്റൂല. ഇതുമില്ല. ഈ രണ്ട് കേസസേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫന്റെ വാല്യൂ -5, ബീറ്റന്റെ വാല്യൂ -3, അല്ലെങ്കിൽ തിരിച്ചു. അപ്പൊ ആൽഫ ബീറ്റയ്ക്ക് എടുക്കാവുന്ന വാല്യൂസ് -3 and -5 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതാണ് അതിലെ കാര്യം. ആ റൂട്ടുകൾ -3 -5 ആണ്. നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്ന് നമുക്കിനി എന്ത് ചെയ്യാം? സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സിന്റെ റിലേഷൻ ഉപയോഗിക്കാം. -8 ആണ് സം ഓഫ് റൂട്ട്സ്. അത് -b/a ആണല്ലോ. അപ്പൊ b is equal to 80 ആണെന്ന് മനസ്സിലായി. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 15 ആണല്ലോ. അത് c/a ആണല്ലോ. അപ്പൊ അതിന് c is equal to 15a ആണെന്ന് മനസ്സിലായി. c minus b is an integer multiple of a എന്ന് പറയുന്നത് കറക്റ്റാ. ബോത്ത് റൂട്ട്സ് ആർ ഇൻ ഓഡ് ഇന്റിജേഴ്സ് കറക്റ്റാ. c is equal to 15 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ c ഓപ്ഷൻ പ്രകാരം c is equal to 15 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ a വാല്യൂ എന്തായിരിക്കും? 1 ആയിട്ടുണ്ടാവും. b വാല്യൂ എത്ര ആയിട്ടുണ്ടാവും? 8 ആയിട്ടുണ്ടാവും. സോ അത് കറക്റ്റാ. d ഓപ്ഷൻ പ്രകാരം b is equal to 8 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ a വാല്യൂ എന്തായിരിക്കും? 1 ആയിട്ടുണ്ടാവും. അപ്പൊ x is equal to 3 is a root എന്ന് പറയണത് അത് തെറ്റാ. x is equal to 3 അല്ല, x -3 ആണ് വരിക. തെറ്റാ. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസേഴ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, B, C ആണ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ.